ഗുഡ് മോർണിംഗ് ആൾ. അമേരിക്കൻ മാർക്കറ്റ് വെള്ളിയാഴ്ച വളരെ താഴത്തേക്ക് പോയിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നമ്മുടെ ഏകദേശം 80 പോയിൻ്റ് ഡൗൺ ആണ്. 80 പോയിൻ്റ് ഡൗൺ, 7:40 AM 80 പോയിൻ്റ് ഡൗൺ ആണ്. സമ്മറി എടുത്ത് നോക്കുമ്പോൾ ഒരു സെക്ഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബൈ ട്രെൻഡാണ്. എന്നാൽ ഇവിടെ ഓസിലേറ്റേഴ്സൊക്കെ ന്യൂട്രലായി മാർക്കറ്റ്. ബാക്കി രണ്ട് സ്ട്രോങ് ഒരു ഡൗൺ, ഇത് രണ്ടും കൂടി ഒത്താണ് നിൽക്കുന്നത്. ആയിട്ടുള്ള ന്യൂസിൻ്റെ പുറത്ത് വെള്ളിയാഴ്ച ഞാൻ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ഒരു സിസ്റ്റമാണ്, ഞാൻ ഒരു മോഡലാണ് കാണിക്കുന്നത്. എല്ലാ എക്സ്ചേഞ്ചും ഡൗൺ ആണ്. 3:30 ശേഷം മാർക്കറ്റ് കഴിഞ്ഞ ശേഷം വന്നുകൊണ്ട് നമ്മളവിടെ അത് അപ്ലിക്കബിൾ ആയിട്ടില്ല. പക്ഷേ ബേസിക്കലി എല്ലാ ഏരിയയിലും ഒരു 100 പോയിൻ്റ് ലോസ് എല്ലാവിടെയും വന്നിട്ടുണ്ട്. ഇനി ആ ചൈനയുടെ ഇഷ്യൂസ് ഒന്ന് സംസാരിക്കാം. ചൈനയെ സംബന്ധിച്ച് 100% താരിഫാണ് നവംബർ 1 മുതൽ കൊടുക്കാൻ പോകുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 130% ടാക്സ് വരും. ബേസിക്കലി ഹെവി നെഗറ്റീവ് ന്യൂസ്. അപ്പോൾ ചൈനയുടെ താരിഫ് പറഞ്ഞതിന് ശേഷം ചൈന റിയാക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ സംസാരിച്ചുവെങ്കിലും ഇതിനെ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് നിലപാടുകൾ ചൈന എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് US ഗവൺമെൻറ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് വീണ്ടും ചർച്ചയുണ്ടാവും എന്നുള്ള ലെവലിലേക്ക് വന്നു. അപ്പോൾ ഇത് വീണ്ടും ചർച്ചയുണ്ടാവുമെന്ന് പറഞ്ഞുകൂടി മാർക്കറ്റ് അപ്പായി. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ ന്യൂസ് വന്നത് നെഗറ്റീവാണെങ്കിലും തൽക്കാലം അത് ചർച്ചയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുകയാണ്. എങ്കിലും ഇമ്പാക്റ്റ് തന്നെയാണ്, അത് മാറിയിട്ടില്ല. ഇനി അടുത്ത് ഇന്ത്യക്കെതിരെ വരുമെന്ന് അറിയില്ല. എന്തായാലും ഇമ്പാക്റ്റ് വന്നത് കുറച്ചൊന്ന് സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഗോൾഡ് ഈ ന്യൂസുകൾ ബേസ്ഡാണ് ഗോൾഡ് വീണ്ടും ഔൺസിന് ഗോൾഡ് അപ് ട്രെൻഡിലേക്കാണ് വന്നത്. 32 പോയിൻ്റ് അപ്പാണ്. FIIൻ്റെ ഡാറ്റ അപ്പാണ്. FIIസിൻ്റെ ഡാറ്റയിൽ ചെറിയൊരു പ്ലസ് പോയിൻ്റ് തന്നെ പറയാം, ബൈ ആണ്. അതുപോലെ തന്നെ ബൈ ആണ്. എങ്കിലും ഞാനൊരു കാര്യം പറയാം. ഈ സിറ്റുവേഷനിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ഒരു ഫിക്സിങ് ഒരു 130 പോയിൻ്റ് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിന് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം FIS ഇതിന് മുകളിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 130 ശേഷം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആയാലും ചിലപ്പോൾ റിക്കവറി വരും. പക്ഷേ 130 ശേഷം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മാർക്കറ്റിൽ കോഷ്യസ് ആവണം. അതുപോലെ ഇന്നലെ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു മാർക്കറ്റ് താഴെ തന്നെ ഓപ്പൺ ആവുന്നു. പക്ഷേ ഈ ന്യൂസുകൾ വീണ്ടും മറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രംപ് കുറച്ചൊരു സോഫ്റ്റ് കോർണറിൽ ചൈനയോട് സംസാരിച്ചതിൻ്റെ പുറത്ത് വീണ്ടും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് പോസിറ്റീവ് അമേരിക്കൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിലും അത് വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഓപ്പൺ ഡൗൺ ആയാലും അവിടെ ബൈ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ആ സമയത്തുള്ള ആവറേജ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ് RSI ആയിട്ടോ വെച്ച് നോക്കി പോകണം. ടാറ്റ ലിസ്റ്റിംഗ് ആണ്. ഗ്രേ മാർക്കറ്റിൽ നിന്ന് അത്ര ഗുഡ് ന്യൂസ് അല്ല വരുന്നത്. മൈനസ് ഓപ്പണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഡോളർ ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് കുറച്ച് താഴത്തേക്കാണ് വന്നേക്കണത് ഈ ന്യൂസിന് ശേഷം. ഇത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഡോളർ ഇൻഡെക്സ് പെട്ടെന്ന് താഴത്തേക്ക് വന്ന് ഇമ്പാക്റ്റ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധ്യതയില്ല. ചൈനയായിട്ടുള്ള ഇമ്പാക്റ്റ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ഇനിയുള്ള ചർച്ചകളല്ലേ. അപ്പോൾ ഏകദേശം 15 ദിവസവും ചൈനീസ് മാർക്കറ്റിനും അത് മാർക്കറ്റ് ടെൻഷനായിട്ട് തന്നെ നിൽക്കാനും സാധ്യതയുള്ളൂ, വേൾഡ് മാർക്കറ്റിനും. അതുകൊണ്ട് മൈനസ് ട്രെൻഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ പോകണം. ഏകദേശം 8 മണിക്ക് ശേഷം ഒരു 8:11 നോക്കുമ്പോൾ ഏകദേശം 8:11 AM നോക്കുമ്പോൾ ഏകദേശം 98 പോയിൻ്റ് ഡൗൺ ആണ്. അപ്പോൾ വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വീക്ക്നെസ് അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഓൾറെഡി ഹൈയിലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. വീക്ക്നെസ് ഉണ്ട്. വീക്ക്നെസ്സിൽ റിക്കവറി വന്നാലും ഈ 100 പോയിൻ്റ് കവർ ചെയ്യുന്നുണ്ടോ നോക്കണം. 100 പോയിൻ്റ് കവർ ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും റിട്ടേൺ ഡൗൺ വരാൻ സാധ്യതയുണ്ട്. താങ്ക് യു.